അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് ജിസൈലിൻ്റെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ഒരു കാര്യവും, പിന്നെ അതുപോലെ നെവിനും ഷാനവാസും തമ്മിലുള്ള ഒരു ഇഷ്യൂ. അത് ചെറിയൊരു പ്രശ്നമല്ല, വലിയൊരു പ്രശ്നമാണ്. ലാലേട്ടൻ വരുന്ന സമയത്ത് അത് ചോദിക്കുമോ ചോദിക്കത്തില്ലയോ എന്നാണ് ഇപ്പം എല്ലാവരെയും ഡൗട്ട്. കാരണം ചോദിക്കാതിരുന്നാലും പ്രശ്നമാണ്, ചോദിച്ചാലും പ്രശ്നമാണ്. ആ രീതിയിലാണ് ആ ഒരു പ്രശ്നം ഇപ്പം ബിഗ് ബോസിനകത്ത് നിലനിൽക്കുന്നത്. പിന്നെ ആദ്യം ജിസേലിൻ്റെ ഈ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഇന്ന് ലൈവിൽ ഇത് എപ്പിസോഡിൽ കാണിക്കുമെന്ന് അറിയത്തില്ല, കാണിക്കുമായിരിക്കാം, കാരണം മൊത്തവും ഇന്ന് അങ്ങനെയാണല്ലോ നടക്കുന്നത്. അപ്പം എന്തായാലും ജിസേലിനെ മാത്രം കട്ട് ചെയ്ത് കളയത്തില്ലല്ലോ. അപ്പം കട്ട് ചെയ്ത് കളഞ്ഞാൽ അത്രയും നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ലൈവിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞില്ല. അപ്പോൾ ഇവർ കിച്ചണിൽ നിൽക്കുവാണ്. അപ്പം ഇവരെ വസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നായിട്ടുള്ള ഒരു നമ്മുടെ സ്കിന്നിൻ്റെ കളറിൽ ഉള്ളൊരു പാൻറ് പോലത്തെ ഒരു ഇതാണ് ഇവർ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പുറമേന്ന് കാണുമ്പോഴത്തേക്ക് അത് വസ്ത്രം ഇല്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. വസ്ത്രം ഉണ്ട്, പക്ഷേ അത് വസ്ത്രം ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് കാണുന്നത്. അതിലും നല്ലത് അത് ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കളറിൽ ഒരു പാൻറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ പുറവിൽ ഷാനവാസ് നിൽപ്പുണ്ട്, അതുപോലെ അനീഷ് നിൽപ്പുണ്ട്. അപ്പോൾ മുമ്പിൽ നിന്നിട്ട് തിരിഞ്ഞ് നിൽക്കുവാണ്. അത് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ വസ്ത്രമില്ലാതെ നിൽക്കുന്ന ആയിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ശരിക്കും ഇത് ആദ്യം കണ്ട ആൾക്കാരെല്ലാം ഞെട്ടിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവർ മുഴുവനെ നിൽക്കുവാണോ, ഇതെന്താണ് സംഭവം? ഇത് ഇങ്ങനെയുള്ള വസ്ത്രമൊക്കെ ഇത് ഒന്നാമത്തെ കാര്യം, കുടുംബ പ്രേക്ഷകർ കാണുന്നൊരു ഷോയാണ്. കുട്ടികൾ, ഫാമിലി, ഇവർ എല്ലാവരും ഉൾപ്പെടെ ഒരുമിച്ചിരുന്നിട്ട് കാണുന്നൊരു ഷോയാണിത്. അപ്പോൾ ഈ ഒരു ഷോയിൽ വസ്ത്രധാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ലാലേട്ടൻ പല സീസണിനകത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല വസ്ത്രധാരണത്തെ പറ്റിയിട്ടും അതുപോലെ ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റിയിട്ടും ഒക്കെ ലാലേട്ടൻ പറഞ്ഞ കാര്യമാണ്. ഇപ്പം ഈ ജിസേലിൻ്റെ ഈ ഒരു പ്രശ്നം ലാലേട്ടൻ ഉറപ്പായിട്ടും ഇത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിനകത്ത് ഇതിനെ പറ്റിയിട്ട് ചോദിക്കുകയും ഇതിനെ താക്കീത് കൊടുക്കുകയും വേണം. കാരണം മാന്യമായിട്ടുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണം. വസ്ത്രം നിങ്ങൾക്ക് എങ്ങനെയുള്ള വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, പക്ഷേ അതിലൊരു മാന്യത വേണം. കാരണം ഇത് ഒരു പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു പബ്ലിക് ഷോയാണ് അല്ലേ. ലക്ഷക്കണക്കിന് ആൾക്കാർ പല രാജ്യങ്ങളിൽ ഇരുന്ന് കാണുന്ന ഷോയാണ്. കുട്ടികളും അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു വസ്ത്രധാരണ ഈ ജിസേലിൻ്റെ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ പിന്നെ നമുക്ക് വല്ല ഭൂതക്കണ്ണാടിയോ വല്ല എന്തെങ്കിലും സൂം ചെയ്തോ വല്ല എന്തെങ്കിലും സൂക്ഷ്മമായിട്ട് എന്തെങ്കിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പാൻറ് ഇട്ടിട്ടുണ്ടെന്ന്. ആ ഒരു സ്കിന്നിനോട് ചേർന്നിട്ടുള്ള ഒരു തുണി അവിടെ ധരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുകയുള്ളൂ. അതുമാത്രമല്ല മെയിൽ കണ്ടസ്റ്റൻസ് ഉൾപ്പെടെ ഉള്ളൊരു ഷോയാണ്. അവിടെ ലേഡീസ് മാത്രമല്ല, മെയിൽ കണ്ടസ്റ്റൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷോയിൽ ഇത്രയും അതപ്പതിച്ച് പോയിട്ടുള്ളൊരു ഡ്രസ്സിങ്. ഇപ്പം ജിസേലിൻ്റെ ഒരു പ്രകൃതം നോക്കുകയാണെങ്കിൽ ജിസേലിൻ്റെ ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഇതിനേക്കാളും കഷ്ടമായിട്ടാണ് അവിടെ ഉള്ള ഫോട്ടോസും പോസ്റ്റുകളും ഇട്ടേക്കുന്നത്. തുണി ഉണ്ടോയെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഫോട്ടോസാണ് അവിടെ ഇട്ടേക്കുന്നത്. പക്ഷേ ഇവിടെ അത് പറ്റത്തില്ല. ഇത് ജിസേലിന് ഉൾപ്പെടെ അറിയാം. ജിസേൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയിട്ടുള്ള ആളാന്ന് പറയുന്നത്. ഹിന്ദി ബിഗ് ബോസിൽ അവിടെ ഇതിനപ്പുറമൊക്കെ നടക്കുമായിരിക്കും. അതുപോലല്ല നമ്മുടെ മലയാളികൾക്കൊരു സംസ്കാരമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇനി എത്ര പുരോഗമന ചിന്താഗമനം പറഞ്ഞുകൊണ്ട് വന്നാൽ തന്നെയും മലയാളികൾക്കൊരു സംസ്കാരമുണ്ട്. അതിനി എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു സംസ്കാരം അവിടെ തന്നെ കാണും. അത് നമ്മളെ ഭാഷയിലായിക്കോട്ടെ, നമ്മളെ വസ്ത്രധാരണത്തിലായിക്കോട്ടെ, അതൊക്കെ നമ്മൾ പാലിച്ചേ പറ്റൂ. അപ്പോൾ ഇതെന്തായാലും ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എത്രയോ കുട്ടികളും ഉൾപ്പെടെ ഫാമിലി ആയിട്ടിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. ഇവർ വസ്ത്രം ധരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഇവർ വസ്ത്രം ഇല്ലാതെ ഇരിക്കുന്നതായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു താക്കീത് കൊടുക്കണം, ഒരു വാണിംഗ് കൊടുക്കണം. അതാണ് വേണ്ടുന്നത്. അതുമാത്രമല്ല ഒരു 100-200 പേജിലുള്ള ഒരു റൂൾസിൻ്റെ ബുക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ബുക്കിനകത്ത് ഈ ഒരു കാര്യം കൂടെ എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട്. റൂൾസിനകത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്ന് എഴുതി വെക്കുക. ഇത് എനിക്ക് തോന്നുന്നു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിലും ഇതുപോലുള്ളൊരു വസ്ത്രധാരണം ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസ് മലയാളത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഹിന്ദിയിലൊക്കെ കാണുമായിരിക്കും, ഹിന്ദിയൊന്നും നമ്മളൊന്നും കാണത്തില്ല, പക്ഷെ മലയാളത്തിൽ ഇതുപോലൊരു അതപ്പതിച്ച് ഡ്രസ്സിങ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായി കാണത്തില്ല. ഇതിപ്പം ലാലേട്ടന് പോലും ലജ്ജയായിരിക്കും ഈ ഒരു കാര്യത്തെ പറ്റി ചോദിക്കാനെ കൊണ്ട്. ലാലേട്ടൻ എന്തോ ചോദിക്കും. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്.
നമ്മൾ ഇത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണിത്, ഇവരെ ഈ വസ്ത്രദാനത്തെ പറ്റിയിട്ട്. കാരണം ഈ ഒരു ഇത് ഒരുപാട് ഫാമിലി ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അതാണ് ഇത്, എങ്ങനെയാണ് ഇത് ഫാമിലി ആയിട്ട് കാണുന്നത്? ടി വിയിൽ കാണുന്ന ആൾക്കാരുണ്ട്, ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് ടി വിയിൽ കാണുന്ന ആൾക്കാരുണ്ട്, എപ്പിസോഡ് കാണുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഒരുമിച്ചിരുന്ന് കുട്ടികളെ മുമ്പിൽ ഇരുന്ന് കാണുന്നത്? ഇങ്ങനെയുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ പുറകിൽ നിൽക്കുന്ന ഷാനവാസിന്റെയും അതുപോലെ അനീഷിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇവരെങ്ങനെ പ്രതികരിക്കും? ഈ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഇവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളെ ഇനി ഇവരെ പിടിച്ചിട്ട് പറയും സദാചാരം പറഞ്ഞ് അത് പറഞ്ഞ് ഇത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് ചെന്നിട്ട് പരാതി പറയും. അപ്പൊ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഈ നെവിന്റെയും അതുപോലെ ഷാനവാസിന്റെ ഇഷ്യൂ, അത് ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ പീക്ക് ലെവലിൽ നിൽക്കുവാണ്. ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്, ഇവിടെ ഓരോ ആൾക്കാരെയും ഞാൻ അളന്നു കഴിഞ്ഞു, ഓരോ ആൾക്കാരും എങ്ങനെയാണ് ഇരട്ടത്താപ്പിന്റെ ഇരട്ട ഫേസ് ഉള്ള ആൾക്കാരെ വരെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ 100% ഉറച്ചു നിൽക്കുന്നു. ഇനി എന്ത് വന്നാലും ഇവിടുന്ന് എന്ത് ആക്ഷൻ എനിക്കെതിരെ വന്നാൽ തന്നെയും ഞാൻ അത് ഇവിടുന്ന് എൻ്റെ നിലപാട് പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും എന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഷാനവാസ് എൻ്റെ സുഹൃത്താണ്, ഷാനവാസ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഷാനവാസിന് അനുഭവപ്പെട്ടിട്ടുള്ളൊരു അവസ്ഥയ്ക്ക് ഞാനും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഷാനവാസ് കള്ളം പറയത്തില്ലെന്ന് പറയുന്നു. നേരെ മറിച്ച് ഇത് ലാലേട്ടം വരുന്ന സമയത്താണ് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ലാലേട്ടം വരുന്ന സമയത്ത് ക്ലിയർ ചെയ്ത് ഷാനവാസിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആദ്യം ഷാനവാസിനെ എതിർത്ത് സംസാരിക്കുന്നത് ഞാനായിരിക്കും എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഷാനവാസ് നല്ല കോൺഫിഡൻസ് ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇത് നമ്മളിപ്പം ലാലേട്ടന് കുറ്റം പറയുന്നത് ലാലേട്ടൻ്റെ ഒരു ഹോസ്റ്റാണ്. ഈ ബിഗ് ബോസ് ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും തിരക്കഥകളൊക്കെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതെങ്ങനെ പ്രസന്റ് ചെയ്യണം, ഇത് ഏത് രീതിയിൽ കൊണ്ടുവരണമെന്നൊക്കെ ബിഗ് ബോസ് ടീമാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു വിഷയം എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ചർച്ച ചെയ്യും. കാരണം നെവിൻ ഒരുപാട് വട്ടം ഇത് റിക്വസ്റ്റ് ചെയ്തതാണ്, കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് സംസാരിച്ചൊരു വിഷയമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയം ഇപ്പൊ റിയാസ് സലീം വന്ന സമയത്തും ഇന്നലത്തെ എപ്പിസോഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്പൊ ഇതെന്തായാലും ഉറപ്പായിട്ടും ബിഗ് ബോസ് ഈ ഒരു വിഷയം എടുത്തിടും എന്നതിൽ ഒരു സംശയമില്ല. പക്ഷേ ഇടുന്നതല്ല പ്രശ്നം. ഇവിടെ ഇത് ഷാനവാസിന് അനുകൂലമായിട്ട് വന്നാൽ ഷാനവാസ് ആ ഷോയിൽ തുടരുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പ്രതികൂലമായിട്ട് വന്നാൽ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ ലാലേട്ടൻ ഈ അനുമോളെടുത്ത് ചോദിക്കുന്നത് പോലെ വന്ന് ചോദിക്കും, നിങ്ങൾ എന്താണ് കണ്ടത്? ഞങ്ങൾ ആരും കണ്ടില്ല. 1072 ക്യാമറ ഉണ്ടായിരുന്നു, 300 സ്റ്റാഫ് ഉണ്ടായിരുന്നു, നമ്മൾ ആരും കാണാത്ത കാര്യം നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് ഷാനവാസിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഷാനവാസ് പിന്നെ ഒരു നിമിഷം ഷോയിൽ നിൽക്കത്തില്ല. കാരണം ഷാനവാസിന്റെ ഇപ്പോഴത്തെ കോൺഫിഡൻസ് ലെവല്, കാരണം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പോലെ അല്ല ഷാനവാസ് അഭിമാനം വിറ്റ് കളിക്കുന്ന ഒരു വ്യക്തിയല്ല ഷാനവാസ്. അതുകൊണ്ടാണ് നെവിൻ അത്രയും ടച്ച് ചെയ്തിട്ട് പോലും നമ്മൾ ലൈവിനകത്ത് കണ്ടേ കൈ എടുക്കടാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട്, കാരണം നല്ല മെച്യൂർഡ് ആയിട്ടുള്ള നല്ല പക്വതയും ക്വാളിറ്റിയുള്ള വ്യക്തിയാണ് ഷാനവാസ്. അപ്പൊ ഈ ഒരു വിഷയം ഷാനവാസിന് പ്രതികൂലമായിട്ട് വരുന്നെങ്കിൽ ഒരു നിമിഷം ഷാനവാസ് അവിടെ നിൽക്കത്തില്ല, ഷോ ക്വിറ്റ് ചെയ്യും കേട്ടോ. കാരണം അതിൽ ഉറപ്പാണ്. നേരെ മറിച്ച് ഇനി ഇത് ഷാനവാസിന് അനുകൂലമായിട്ട് വരുവാണെങ്കിൽ നെവിനും അവിടെ നിൽക്കത്തില്ല, നെവിനും അവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നെവിൻ ഓൾറെഡി വാക്കൗട്ട് ചെയ്ത് പോയ ഒരാളാണ്. അപ്പം ഇത് ഷാനവാസിന്റെയും അതുപോലെ നെവിൻ്റെ രണ്ടുപേരെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇന്ന് നെവിനും പറയുന്ന കേട്ടായിരുന്നു, ഇത് എൻ്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഇതെനിക്ക് ചോദ്യം ചെയ്തേ പറ്റൂന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും അവരെ നിലപാടിൽ ഉറച്ചു നിൽക്കുവാണ്. ഇപ്പം നെവിൻ്റെ ഒരു കേസ് എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ നെവിൻ പല സമയത്തും പല രീതിയിലും ഇങ്ങനെ ഓവറായിട്ട് ആൾക്കാരോട് അവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് ഇന്ററാക്ട് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമുക്കിത് ഒരു കാര്യം ഷാനവാസിന് അനുഭവപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഷാനവാസ് എന്തായാലും പുള്ളി കള്ളം പറയത്തില്ല. പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ നെവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മാനസികമായിട്ട് പുള്ളിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പുള്ളി ബെഡ് വരെ മാറി കിടക്കാൻ തീരുമാനിച്ചതും ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറയുന്നതും. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതെ നെവിനുമായിട്ട് അല്ലാതെ ഷാനവാസിന് യാതൊരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഓൾറെഡി മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഷാനവാസ്. പിന്നെ ഇന്ന് ആദിലയുടെ ഡബിൾ ഫേസ് ആണ് നമ്മൾ കണ്ടത്. ഈ ഒരു വിഷയം ആദ്യം എടുത്തിരുന്നത് ആദിലയാണ്. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ലാലേട്ടൻ വന്ന് ഫയർ ചെയ്യുന്ന സമയത്ത് ഒറ്റ മനുഷ്യർ ഷാനവാസിന്റെ കൂടെ നിൽക്കത്തില്ല എന്ന് ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. കാരണം
ആദില, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ആദില. ആദില ഷാനവാസിനെ മാത്രമല്ല, ഒരുപാട് പേരെ ആദില വലിപ്പിച്ചിട്ടുണ്ട്. അക്ബറിനെ വലിപ്പിച്ചിട്ടുണ്ട്, അനുമോളെ വലിപ്പിച്ചിട്ടുണ്ട്. കൂടെ നിന്ന ആൾക്കാരെ എല്ലാം ഈ ആദില വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. വെറും വൃത്തികെട്ട ചീപ്പ് ലെവലിലുള്ള ഒരു ഗെയിമാണ് ഈ ആദില ഇപ്പം കളിച്ചുകൊണ്ട് പോകുന്നത്. വെറും ഫേക്കായിട്ടുള്ള ഫേസ് ആണ് ആദിലേക്ക് ഇപ്പോൾ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. നൂറ എന്തോ ഒരു ബെറ്റർ ആടേ. നൂറയുടെ കാര്യങ്ങൾ പറയേണ്ട അടുത്ത് പറയുന്നു, സംസാരിക്കുന്നു. ഈ ആദിലയുടെ പോലത്തുള്ള ഫേക്ക് ഒരു, സത്യം പറഞ്ഞാൽ വെറും ചീപ്പ് ഗെയിമാണ് ഈ ആദില കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം നോമിനേഷനകത്ത് ആദിലയ്ക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഷാനവാസിന് ഉണ്ടായിട്ടുണ്ട്, നെവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്കെന്ന് പറഞ്ഞിട്ട് ആദിലയാണ് ഈ വിഷയം കൊണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഷാനവാസ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ലൈവില് റിയാസ് സലീം വന്നതിൽ പിന്നെ ഈ ആദില നെവിന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മൾ കണ്ടയാണ്. നെവിനോട് സോറി പറയണമെന്ന് ഷാനവാസിന്റെ അടുത്ത് പറയാം, നെവിനോട് സോറി പറയണമെന്ന്. ഷാനവാസ് പറഞ്ഞു എന്റെ പട്ടി പറയുമെന്ന് പറഞ്ഞ് സോറി. ഇത് ലാലേട്ടൻ വരുന്ന സമയത്ത് ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞു. ബിഗ് ബോസ് ടീം ഇതിന് എന്ത് ആക്ഷൻ എടുക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചിരിക്കും. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ പറയാനുള്ള കാര്യം ഞാൻ അവിടെ സംസാരിക്കുമെന്ന് ഷാനവാസ് പറഞ്ഞു. അപ്പം അത്രയും കോൺഫിഡൻസ് ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് ലാലേട്ടൻ വരുന്ന സമയത്ത് ഇത് പ്രതികൂലമായിട്ടാണ് ഇത് വിധി വരുന്നെങ്കിൽ ഒരു കാരണം വെച്ചാലും ഷാനവാസ് ഷോയിൽ നിൽക്കത്തില്ല. അത് 100% ഉറപ്പിക്കാം. ഇവിടെ തമാശ രീതിയിലാണെങ്കിലും ഇവിടെ അനീഷും ഷാനവാസും കൂടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ്, ലാലേട്ടൻ വരുന്ന ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. നിനക്ക് എതിരെയായിട്ടാണ്, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിന്റെ കാല് രണ്ടും ഞാൻ തല്ലി ഓടിക്കുമെന്ന് തമാശ രൂപേണയാണ് പറയുന്നത്. അപ്പം ഷാനവാസും പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ 2 കാലും കൂടെ തന്ന് നീ 4 കാലിൽ നടക്കാൻ പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് അവിടെ പറയുവാണ്, ഞാൻ അവിടെ അനീഷിൻ്റെ അടുത്തും ഉറപ്പിച്ചു പറയുവാണ്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം 100% സത്യമാണ്, അത് ഞാൻ അവിടെയും പറഞ്ഞിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷുമായിട്ടുള്ളൊരു ബന്ധം അനീഷ് പറയുന്നുണ്ട്. അനീഷ് ലൈവിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയത്തിൽ ഷാനവാസിന് എതിരായിട്ടാണ് വരുന്നതെങ്കിൽ ആദ്യം തള്ളിപ്പറയുന്ന വ്യക്തി അനീഷാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഷാനവാസ് പറഞ്ഞൊരു കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ നിന്റെ ഏറ്റവും വലിയൊരു സുഹൃത്ത് ഇറങ്ങിയാലും ഞാനായിരിക്കുമെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം ഇവർ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, ആ ഒരു ബോണ്ടിങ് കൂടാണ് നഷ്ടപ്പെടുന്നത്. ഈ ഒരു വിഷയം എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം see you.